പ്രിയ പ്രേക്ഷകരെ, നേരത്തെ സൂചിപ്പിച്ച കണക്കുകൾ, ആ കണക്കിലേക്ക് തിരികെ നമ്മൾ പോകുമ്പോൾ അതിൽ ഒരു കാര്യം നമ്മൾ സൂചിപ്പിച്ചു. മലപ്പുറത്ത് കേവലം 98 സർവീസുകൾ മാത്രമാണുള്ളത്. ഒപ്പം പാലക്കാടും ഒപ്പം മലബാറിലെ മറ്റ് ജില്ലകളൊക്കെ പരിശോധിച്ചാൽ തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ പോലെയുള്ള ജില്ലകളിലെ സർവീസുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് ഈ കണക്ക്. ഇത് ഒരു പരിധിവരെ വിമർശനത്തിന് വഴിവെച്ചിട്ടുണ്ട്. നമുക്ക് CV അനുമോദ് ആ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനുമോദ്, മലപ്പുറത്താണ് ഏറ്റവും കുറവ് സർവീസ് ഉള്ളത്. മലബാറിലെ മറ്റ് ഡേറ്റകളിലും കാര്യമായ മാറ്റമൊന്നുമില്ല. അപ്പോൾ ജില്ലയ്ക്ക് അവഗണന, കൂടുതൽ സർവീസുകൾ അവിടെ വേണം. ഇല്ല എങ്കിൽ പിന്നീട് ഈ വനിതാ സൗജന്യ യാത്ര എന്നത് ആ മേഖലയിൽ കാര്യമായ മാറ്റമുണ്ടാക്കില്ല എന്ന വിമർശനം നിലനിൽക്കുകയാണല്ലോ. അഭിലാഷ്, മലപ്പുറം ജില്ലയിൽ 4 ഡിപ്പോകൾ, അതായത് മലപ്പുറം അടക്കം 4 ഡിപ്പോകളിലായിട്ട് 98 സർവീസുകളാണ് ഈ ഓർഡിനറി ആയിട്ടുള്ളത്. അതായത് മലപ്പുറം, നിലമ്പൂർ, പെരിന്തൽമണ്ണ, പൊന്നാനി, 4 ഡിപ്പോകളെന്നാണുള്ളത്. ഇതിൽ തന്നെ ഏറ്റവും അധികം ആളുകൾ ആശ്രയിക്കുന്നത് തീരദേശ മേഖലയിൽ തിരൂർ, പൊന്നാനി മേഖലയിലാണ്. പക്ഷേ മറ്റ് മേഖലകളിൽ, അതായത് സ്വകാര്യ ബസ്സിൻ്റെ ഒരു വലിയ നിയന്ത്രണമാണ് മറ്റെല്ലാ മേഖലകളിലും ഉള്ളത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, മലപ്പുറം ജില്ലയിലെ ഈ ഓർഡിനറി ബസ്സുകൾ, അതിൽ TT ടൗൺ ടു ടൗൺ സർവീസുകളും ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകളും ഉൾപ്പെടുമ്പോൾ അത് ഈ എണ്ണത്തിൽ അല്പം വർധനമുണ്ടായിരിക്കും. ഒരുപക്ഷെ അത് 350 140 വരും. അത് മറ്റ് ജില്ലകളിൽ നിന്ന് കടന്നു പോകുന്ന സർവീസുകളെ ആശ്രയിച്ചുകൊണ്ടാണ്. പ്രത്യേകിച്ച് ദേശീയപാതയായ കോഴിക്കോട് പാലക്കാട് റൂട്ടിൽ കോഴിക്കോട് നിന്നും, പാലക്കാട് നിന്നും, ചിറ്റൂരിൽ നിന്നും, വടക്കാഞ്ചേരിയിൽ നിന്നും, തലശ്ശേരിയിൽ നിന്നും ഒക്കെ സർവീസുകളുണ്ട്. അതേപോലെ തൃശ്ശൂരിൽ നിന്നും ബസ് സർവീസുകളുണ്ട്. ഇതെല്ലാം കൂട്ടുമ്പോൾ ഒരു 130-ലേറെ വരുമെങ്കിൽ പോലും ഇതൊക്കെ പൂർണ്ണമായിട്ടും മറ്റ് ജില്ലകളെ കണക്കിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് എന്ന് പറയേണ്ടി വരും. ജനസംഖ്യ കണക്ക് നോക്കുമ്പോൾ തന്നെ സംസ്ഥാനത്തിൽ ഏറ്റവും അധികം ജനങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ KSRTCക്ക് കാലങ്ങളായിട്ട് വളരെ കുറച്ച് സർവീസുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇവിടെ ആദ്യകാലം മുതൽ സ്വകാര്യ ബസ്സുകളുടെ പരിപൂർണ്ണ നിയന്ത്രണം ഈ മലപ്പുറം ജില്ലയിലുണ്ട്, ആധിപത്യമാണുള്ളത്. ഇനിയിപ്പോൾ മാറുന്ന സാഹചര്യത്തിൽ നേരിടാൻ പോകുന്ന പ്രതിസന്ധി, മലപ്പുറം ജില്ലയിൽ സർവീസുകൾ കുറവാണ് KSRTC, പക്ഷേ സ്ത്രീ യാത്രക്കാരുടെ എണ്ണം കൂടുമ്പോൾ അധിക സർവീസുകൾ ഏർപ്പെടുത്തേണ്ടതായിട്ട് വരും. അതായത് സാധാരണ പോകുന്ന യാത്രക്കാർക്ക് അധിക സർവീസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഈ KSRTCയിലുള്ള യാത്ര ഉണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അവർ പ്രൈവറ്റ് ബസ്സിലേക്ക് മാറുന്നൊരു സാഹചര്യം മുന്നിൽ കാണണം. ഇത് ഈ ഒരു KSRTCയിലെ സർവീസിലെ എണ്ണത്തിലെ കുറവ് കാലങ്ങളായിട്ട് ഇവിടുത്തെ പൊതുപ്രവർത്തകരും ഇപ്പോൾ ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ മുതൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ വലിയ തോതിൽ തന്നെ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ എണ്ണത്തിലെ കുറവ് നികത്തുക എന്നുള്ളതാണ് KSRTCക്ക് മുമ്പിലെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി. നിലവിൽ തന്നെ കേരളത്തിൽ ബജറ്റിൽ ഏറ്റവും വരുമാനമുണ്ടാക്കുന്ന ഒരു ഡിപ്പോയിൽ ഒന്ന് പെരിന്തൽമണ്ണയാണ്. ഈ പെരിന്തൽമണ്ണയിലെ കണക്ക് നോക്കുമ്പോൾ തന്നെ അവിടെ 37 സർവീസുകളാണ് ആകെയുള്ളത്. അതിൽ 23 എണ്ണമാണ് ഓർഡിനറി ലിസ്റ്റിൽ പെട്ടിട്ടുള്ളത്. അതായത് TT ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി, സാധാ ഓർഡിനറി ഈ കണക്കിൽ പെട്ടിട്ടുള്ളത്. ഇവിടെ ഈ ഓർഡിനറിയിലെല്ലാം തന്നെ സ്ത്രീകൾ സൗജന്യ യാത്ര പ്രഖ്യാപിച്ചപ്പോൾ അവർ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതൽ സർവീസുകൾ ഏർപ്പെടുത്തിയില്ലെങ്കിൽ വലിയ യാത്രാ ദുരിതം ഈ ഒരു മേഖലയിൽ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കണമെങ്കിൽ കൂടുതൽ സർവീസുകൾ ഇവിടെ ഏർപ്പെടുത്തണമെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് നിലമ്പൂരിൻ്റെ മലയോര മേഖലകളിലൊക്കെ യാത്രാ ദുരിതം നിലവിലും ഉള്ള ഒരു സാഹചര്യമുണ്ട്. അവിടെയൊക്കെ KSRTCയുടെ കൂടുതൽ സർവീസുകൾ വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ തീരദേശ മേഖലകൾ, തിരൂർ, പൊന്നാനി, താനൂർ, പരപ്പനങ്ങാടി തുടങ്ങിയ ആ ഒരു ബെൽറ്റിലൊക്കെ വളരെ കുറച്ച് ബസ്സുകൾ മാത്രമേ ഓർഡിനറി ആയിട്ട് ഓടുന്നുള്ളൂ, KSRTCയുടെയും ഉള്ളൂ. അതുകൊണ്ട് തന്നെ അവിടെയൊക്കെ കൂടുതൽ ബസ്സുകൾ സർവീസിലെത്തിയില്ലെങ്കിൽ, സർവീസിന് ഇറക്കിയില്ലെങ്കിൽ ഈ മലപ്പുറത്തെ UDFന് വലിയ ഭൂരിപക്ഷം നൽകി വിജയിപ്പിച്ച മലപ്പുറംകാരോട് ചെയ്യുന്ന ഒരു കടുത്ത അനീതിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തരത്തിൽ തന്നെയാണ് ഇവിടെ UDFൻ്റെ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള വികാരവും. അതുകൊണ്ട് തന്നെ സ്ത്രീ സുരക്ഷാ പദ്ധതി അല്ലെങ്കിൽ യാത്രാ സൗജന്യം പ്രഖ്യാപിക്കുമ്പോൾ അതിനൊപ്പം തന്നെ പ്രഖ്യാപിക്കേണ്ട ഒന്നാണ് മലപ്പുറത്തേക്ക് അഡീഷണലായിട്ട് എല്ലാ ഡിപ്പോകളിലേക്കും കൂടുതൽ സർവീസുകൾ, കൂടുതൽ ബസ്സുകൾ എന്നുള്ളത്. അഭിലാഷ്. അതായത് KSRTCയിലെ സൗജന്യ യാത്ര മറ്റന്നാൾ മുതൽ പ്രാവർത്തികമാവുകയാണ്. അപ്പോഴും മലബാർ മേഖലയിലും പ്രത്യേകിച്ച് മലപ്പുറം പോലുള്ള ജില്ലകളിലുമൊക്കെ KSRTC സർവീസുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സർവീസുകൾ അനുവദിക്കുക, അതിലൂടെ മാത്രമേ ഇതിൻ്റെ പ്രയോജനം സ്ത്രീകൾക്ക് ലഭിക്കൂ എന്ന ഒരു വിമർശനം കൂടി ഉയരുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.